അകപ്പാടി ഒരു മഴക്കാലത്തിന്റെ ഒരു പ്രതീതി തന്നെയാണ് ഇപ്പോൾ. വേനൽ മഴ നന്നായി പെയ്യുന്നുണ്ട്. എന്നാൽ കാത്തിരുന്ന മൺസൂൺ ഉടനെത്തും എന്ന മറ്റൊരു വാർത്ത പുറത്തുവരുന്നുണ്ട്. തീയതി പുറത്തുവിട്ട കാലാവസ്ഥാ വകുപ്പ്. രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും കൊടും ചൂടിൽ തന്നെയാണ്. ആന്റി സൈക്ലോണും എൽനീനോ പ്രതിഭാസവും കാരണം കേരളത്തിലെ ഭൂരിഭാഗം ജില്ലകളും ചുട്ടുപൊള്ളുകയാണ്. ചില സ്ഥലങ്ങളിൽ മഴ ലഭിച്ചു എങ്കിലും ചൂടിനെ പൂർണ്ണമായി കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഇക്കാരണത്താൽ തന്നെ 2024 മൺസൂണിനായി ജനങ്ങൾ കാത്തിരിക്കുക തന്നെയാണ്. കഴിഞ്ഞ 3 വർഷമായി വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ തീവ്രമായ ഉഷ്ണതരംഗം അനുഭവപ്പെടുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ 10 മുതൽ 20 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഉഷ്ണതരംഗങ്ങൾ ഉണ്ടായി. കിഴക്കൻ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ചൂടാണ് രേഖപ്പെടുത്തിയത്. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴി ഉണ്ടായതിനെ തുടർന്ന് തിങ്കളാഴ്ച വരെ കേരളത്തിന്റെ മധ്യ തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് സൂചന. വടക്കൻ ജില്ലകളിൽ നേരിയ മഴയുണ്ടാവും. തീരദേശ മേഖലയിൽ മഴ കുറവായിരിക്കും. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തെക്കൻ കേരള തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനം പാടില്ല. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിലും നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും മറ്റന്നാൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നിവിടങ്ങളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഞായറാഴ്ച അതിശക്തമായ മഴയും മറ്റു ദിവസങ്ങളിൽ ശക്തമായ മഴയും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഈ ചക്രവാത ചുഴിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് ന്യൂനമർദ്ദപാത്തിയും നിലനിൽക്കുന്നു. തെക്കൻ കർണാടകയ്ക്ക് മുകളിൽ നിന്ന് വിദർഭയിലേക്കും ഒരു ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ സ്വാധീനത്തിലാണ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിലും നാളെ 6 ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട്. ഞായറാഴ്ച വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട്. ഞായറാഴ്ച ചില ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചതെങ്കിലും ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ സാധ്യതയാണ് ഇവിടെ പ്രവചിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള തീരത്ത് 16/5/2024 രാത്രി 11:30 മുതൽ 0.4 മുതൽ 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വേഗത സെക്കൻഡിൽ 22 സെന്റിമീറ്ററിനും 48 സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ട് എന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. തെക്കൻ തമിഴ്നാട് തീരത്ത് രാത്രി 11:30 വരെ 0.4 മുതൽ 1.3 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നും അതിന്റെ വേഗത സെക്കൻഡിൽ 12 സെന്റിമീറ്ററിനും 53 സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ട് എന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.